തെളിമയുടെ നാദം, ഒരുമയുടെ ശബ്ദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വളരെ പരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പ്രാർത്ഥനാപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങൾ. Gospel according to Saint Matthew chapter 11 verse 29 and 30. മത്തായി 11-ന്റെ 29-ഉം 30-ഉം വാക്യങ്ങൾ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. പാലസ്തീനിലെ യഹൂദന്മാർ കാർഷിക വൃത്തിയിൽ ആശ്രയിച്ചവരായിരുന്നു. അവർ ഉഴുവാൻ ഉപയോഗിക്കുന്ന, ഭാരം ചുമക്കാൻ ഉപയോഗിക്കുന്ന, കാളകളുടെ മൃഗങ്ങളുടെ മുതുകത്ത് വയ്ക്കുന്ന തടി കൊണ്ട് നിർമ്മിച്ച ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസാണ് നുകം എന്നറിയപ്പെടുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ച് ന്യായപ്രമാണം വള്ളിപുള്ളി തെറ്റാതെ അതിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതിനെ നുകത്തിൻ കീഴിലുള്ള ജീവിതവുമായി അവർ ബന്ധിപ്പിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്: അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു, ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. പരീശന്മാരെ കുറിച്ചുള്ള തമ്പുരാന്റെ വിമർശനാത്മകമായ നിരീക്ഷണമാണ്. ഇവിടെ യേശു നൽകുന്ന ക്ഷണം തികച്ചും വ്യത്യസ്തമായ ക്ഷണമാണ്. വരിക, എൻ്റെ നുകം ഏൽക്കുക, എന്നിൽ നിന്ന് പഠിക്കുക, എനിക്ക് പൂർണ്ണമായി വിധേയപ്പെടുക. നിങ്ങളുടെ മേലുള്ള സകല നിയന്ത്രണവും ക്രിസ്തുവിനെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള വലിയ വിളിയാണ്, അർത്ഥാൽ വെല്ലുവിളിയാണ് തമ്പുരാൻ ഇവിടെ നമുക്ക് നൽകുന്നത്. ക്രിസ്തു തച്ചൻ്റെ മകനാണ്. നുകം നിർമ്മിച്ച് ഏറെ പരിചയമുള്ള വ്യക്തിയാണ് യേശു. തൻ്റെ നുകനിർമ്മാണത്തിൻ്റെ രീതി സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ നുകം മറ്റു നുകങ്ങളെ പോലെയല്ല. പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഇന്നലെ വരെ നിർമ്മിച്ച് നിങ്ങളുടെ ചുമലിൽ നിർബന്ധമായി വെച്ച് കെട്ടിയ ഭാരമുള്ള കഠിനമായ നുകങ്ങളെ പോലെയല്ല ഞാൻ നിർമ്മിക്കുന്ന നുകം. 30-ാമത്തെ വാക്യം അങ്ങനെയാ പറയുന്നത്: മൈ യോക്ക് ഈസ് ഈസി ആൻഡ് മൈ ബർഡൻ ഈസ് ലൈറ്റ്. എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകുന്നത് പോലെ ഞാൻ ഒരുക്കുന്ന നുകവും മൃദുവാണ്, സൗമ്യമാണ് എന്ന് യേശു തമ്പുരാൻ ഇവിടെ ഉറപ്പ് നൽകുകയാണ്. മറ്റൊരു പരിഭാഷയിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: മൈ യോക്ക് ഈസ് സ്വീറ്റ് എന്നാണ്. എൻ്റെ നുകം മധുരതരമാണെന്ന് തമ്പുരാൻ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം എൻ്റെ നുകനിർമ്മാണത്തിൽ ഒരു സ്നേഹപ്രമാണമുണ്ട്. എന്താണ് ആ സ്നേഹപ്രമാണം? ഉരുവിനെ പരിശോധിച്ചിട്ട് മാത്രമേ തമ്പുരാൻ നുകം നിർമ്മിക്കുകയുള്ളൂ. വെറുതെ ഒരു നുകം നിർമ്മിച്ച് അത് ചുമലിൽ വെച്ചു കെട്ടുന്നവനല്ല ഈ നല്ല തച്ചനായ ക്രിസ്തു. അനുയോജ്യമായ നുകം, താങ്ങാൻ പറ്റുന്ന നുകം, ചുമക്കാൻ പറ്റുന്ന ഭാരം, നമ്മുടെ സാധ്യതകൾ പരിഗണിച്ചുള്ള നുകം, എനിക്ക് സാധ്യമായത്, എനിക്ക് നിറവേറ്റാൻ കഴിയുമെന്ന് തമ്പുരാൻ ഉറപ്പുള്ളത്, ഹല്ലേലൂയ, നമ്മുടെ ചുമലിൽ വെക്കുന്നവനാണ് ഈ നുകനിർമ്മാതാവ് എന്നുള്ളത് നമുക്ക് എത്രയോ പ്രത്യാശ നൽകുന്ന അനുഭവമാണ്. എന്നിലൂടെ ഈ ഭൂമിയിൽ നിറവേറപ്പെടണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു നുകം മാത്രമാണ് എൻ്റെ ചുമലിൽ തമ്പുരാൻ വെക്കുന്നത്. നമുക്ക് നൽകപ്പെട്ട നിയോഗങ്ങളൊക്കെ തന്നെ ഹല്ലേലൂയ നമ്മിലൂടെ നിറവേറപ്പെടുമെന്ന് തമ്പുരാൻ ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മുടെ ചുമലിൽ ഈ നുകങ്ങൾ വെച്ചിരിക്കുന്നത് എന്നുള്ളത് നാം വിസ്മരിപ്പാനായിട്ട് പാടില്ല. അപ്പോൾ തമ്പുരാന് ഉറപ്പുള്ള ഉത്തരവാദിത്തമാണ്
നമ്മുടെ മുതുകിൽ, നമ്മുടെ ചുമലിൽ, നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്നത് നമ്മളത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. രണ്ടാമതായി ഒരു കാര്യം മറന്നു പോകരുത്. നുകം ചുമക്കുമ്പോൾ മൃഗം തനിച്ചല്ല എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. പാലസ്തീൻ നാട്ടിലൊക്കെ അങ്ങനെയാണ്. നുകമെടുത്ത് പരിചയമുള്ള ബലമുള്ള ഒരു ഉരുവിനോട് ചേർത്ത് അതിനെ കെട്ടും. ഹല്ലേലൂയ. ചെറിയ ഭാരം മാത്രമേ പുതിയ ഉരുവന്റെ ചുമലിൽ വരികയുള്ളൂ. നുകം ചുമന്ന് പരിചയസമ്പന്നനായ ഒരു മൃഗത്തെ ചേർത്ത് കെട്ടുന്ന ഒരു ക്രിസ്തു, അത് മറ്റാരുമല്ല, പൊന്നുതമ്പുരാൻ തന്നെയാണ്. നമ്മുടെ നുകത്തിന്റെ ഒരു വശത്ത് പരിചയസമ്പന്നനായ ഒരാളുണ്ട് എന്നുള്ളത് എത്ര ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. എന്തൊരു ബലമാണത്, എന്തൊരു ശക്തിയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകപ്പെട്ട നുകം നാം ഒറ്റയ്ക്ക് ചുമക്കേണ്ട നുകമല്ല. നുകം നൽകിയവൻ ഒപ്പമുണ്ട്. ഹല്ലേലൂയ. പാർട്ട്ണർഷിപ്പ് ഇൻ മിഷനാണ് ഇത്. കർത്താവിനോട് ചേർന്നുള്ള ശുശ്രൂഷയാണ്. നാം തനിയെ ചെയ്യേണ്ട നിയോഗങ്ങളല്ല. നിയോഗം നൽകിയവൻ ഒപ്പമുണ്ട്. മലമുകളിൽ വെച്ച് കർത്താവ് അരുളപ്പാട് നൽകിയപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കുക എന്ന് പറയുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ നാം വായിക്കുന്നുണ്ട്. അവിടെ നാം ആവർത്തിച്ച് വായിക്കുന്ന ഒരു സത്യമുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നാം ഈ വാക്യം പലപ്പോഴും രോഗശീൽ കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുമ്പോഴോ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ കാണുമ്പോഴോ ഒക്കെ നാം ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്യമാണിത്. തമ്പുരാൻ അങ്ങനെ പറഞ്ഞ വാക്യമല്ല. തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് താൻ നൽകിയ നിയോഗം പൂർത്തിയാക്കാൻ അവരെ അഭിഷേകം ചെയ്ത് മലമുകളിൽ നിന്ന് അവരെ പറഞ്ഞയക്കുമ്പോൾ വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞ ഒരു വലിയ വാഗ്ദാനമാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. നിങ്ങൾക്ക് കൽപ്പിച്ച് നൽകിയ ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷകളൊക്കെ നിറവേറ്റുവാൻ നിങ്ങൾ സമർപ്പിതനാണെങ്കിൽ ആ നിയോഗം നൽകിയ ഞാൻ, ഹല്ലേലൂയ, എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നാം പലപ്പോഴും അത് വിസ്മരിച്ചു പോയത് കൊണ്ട്, തനിയെ ചെയ്യാൻ തത്രപ്പെടുന്നത് കൊണ്ട്, നമുക്കത് തിരിച്ചറിയാനൊന്നും കഴിയാതെ പോകുന്നത് കൊണ്ട്, നമ്മളിന്നും പലതും അസാധ്യമാണെന്ന് കരുതുന്നത് കൊണ്ട്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴികളിലൊക്കെ പിഴവുകൾ സംഭവിക്കുകയാണ്. മറ്റൊരു കാര്യം ഇവിടെ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ നുകത്തെ സ്നേഹത്തോടെ നിങ്ങൾ കാണണം. മൈ യോക്ക് ഈസ് ഓൾവേസ് എ യോക്ക്. പ്രമാണിക്കേണ്ട കൽപ്പനകൾ തന്നെയാണ്. അത് സ്നേഹത്തോട് മാത്രമേ ഏറ്റെടുക്കാൻ പാടുള്ളൂ. 1 യോഹന്നാൻ 5:3 നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളതല്ല. അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ള കൽപ്പനകളല്ല. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, സ്നേഹത്തിലൂടെയെല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ എന്ന് ഭക്തൻ പാടിയത് അതുകൊണ്ട് മാത്രമാണ്. ഇതൊരു വിളിയാണ് പ്രിയരെ, ഇതൊരു വെല്ലുവിളിയാണ്, ഇതൊരു ഉത്തരവാദിത്തമാണ്, ഇതൊരു നിയോഗമാണ്. നുകത്തിന് കീഴിലുള്ള ശുശ്രൂഷയാണ്, നുകത്തിന് വിധേയപ്പെടേണ്ട ജീവിതമാണ്. അതിനെ ഭാരമായി, അതിനെ ചുമടായി കാണാതെ നുകം നൽകിയ ക്രിസ്തുവിനോടുള്ള ആഴമേറിയ സ്നേഹത്തിൽ നാം ഇതിനെ കാണുമ്പോൾ മാത്രമേ നമ്മുടെ ശുശ്രൂഷകളൊക്കെ ഫലപ്രദമായി തീരുകയുള്ളൂ എന്നുള്ളത് നാം വിസ്മരിപ്പാനായിട്ട് പാടില്ല. പൗളിയോ ബ്രവറ്റിന്റെ കഥ നമുക്കറിയാം. പൗളിയോ ബ്രവറ്റിന്റെ കഥ എന്താണ്? നാം കേട്ടിട്ടുള്ളതാണ് ഒരുപാട് പ്രാവശ്യം. പോളിയോ ബാധിച്ച് ജ്യേഷ്ഠനെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആരോ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതൊരു ഭാരമല്ലേ നിനക്ക്? അപ്പോൾ പറയുന്ന മറുപടി ഇതാണ്, ഇത് ഭാരമല്ല, ഇതെന്റെ ജ്യേഷ്ഠനാണ്, ഇതെന്റെ സഹോദരനാണ് എന്നാണ്. സ്നേഹത്താൽ നിറവേറ്റേണ്ട ശുശ്രൂഷകൾ മാത്രമേ തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ ആ ഭാഗത്ത് പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. തമ്പുരാന്റെ നുകം ചുമക്കുന്നവർക്ക് ഒരു വലിയ ഉറപ്പുണ്ട്. എന്താണ്? 11-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം നാം വായിക്കുന്നത്, യു വിൽ ഫൈൻഡ് റെസ്റ്റ് ഫോർ യുവർ സോൾസ് എന്നാണ്. നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. തമ്പുരാന്റെ നുകം ചുമക്കുന്നവർക്കൊക്കെ ആശ്വാസം കിട്ടും. നിന്റെ അകത്തെ മനുഷ്യന് സ്വസ്ഥത കിട്ടും. നിന്റെ അകത്തെ മനുഷ്യന് സമാധാനം കിട്ടും. നീ പ്രത്യാശയിൽ നിറയപ്പെടും. കാരണം നുകം നൽകിയവൻ, നുകം ചുമലിൽ വെച്ചവൻ നിന്നോടൊപ്പമുള്ളത് കൊണ്ട് അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. പ്രത്യാശയിൽ അവൻ നിന്നെ നിറയ്ക്കുമെന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിപ്പൻ എന്നാണ്. ഫോളോ മീ എന്നാണ്. എൻ്റെ ഉപദേശങ്ങളെ,
എന്റെ മതത്തെ, എന്റെ തത്വശാസ്ത്രത്തെ അല്ല, എന്നെ തന്നെ അനുഗമിപ്പൻ, ഫോളോ മീ. അങ്ങനെ പറഞ്ഞ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ഇവിടെ യേശു പറയുന്നതും അതിനോട് സമാനമായ ഒരു ചിന്തയാണ്. ലേൺ ഫ്രം മീ എന്നാണ്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ പഠിക്കണം, എന്നിൽ നിന്ന് പഠിക്കണം. എന്താണ് പഠിക്കേണ്ട പാഠങ്ങൾ? ഒന്നാമത്തെ പാഠം, നിങ്ങളുടെ എൻ്റെ താഴ്മയെ പഠിപ്പിനെന്നാണ്. ലേൺ മൈ ഹ്യൂമിലിറ്റി. അണ്ടഘടാങ്ങളെ സൃഷ്ടിച്ച് സകലത്തിൻ്റെയും അധികാരി, വേഷത്തിൽ മനുഷ്യനായി തീർന്ന ക്രിസ്തു നമ്മോട് പറയുന്നു, നിങ്ങളുടെ എൻ്റെ താഴ്മയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാഠമാക്കണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാതൃകയാക്കണം. പൗലോസ് അപ്പോസ്തലൻ റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഷ്ടത സഹിക്കുവാൻ, വേദനയിൽ പരാതി പറയാതെ അതിനെ ഏറ്റെടുക്കുവാൻ, ഇരുമ്പോടാമ്പലുകൾക്കുള്ളിൽ ഇരുട്ടുള്ള അനുഭവങ്ങളിൽ കഴിയേണ്ടി വരുമ്പോൾ അതിൽ പ്രത്യാശയോടെ അതിനെ കാണുവാൻ പൗലോസിന് സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് അതിന് രഹസ്യം ഫിലിപ്പിയർ 2:5 പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാണ് അവിടെ വായിക്കുന്നത്, ക്രിസ്തുവേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണം കാട്ടിയ ക്രിസ്തുവിന്റെ താഴ്മയുടെ പാഠം നിങ്ങളുടെ ജീവിതത്തിന്റെ മാതൃകയാക്കി മാറ്റുവാനിടയാകണം. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് 12 ശിഷ്യന്മാരുടെയും പാദങ്ങൾ കഴുകുന്ന ആ ദാസന്റെ ഭാവം നമ്മുടെ ജീവിതത്തിന്റെ ഭാവമായി മാറണം. നമുക്കൊന്ന് ആവശ്യം പ്രിയരെ, കൈകഴുകി കളയുന്ന പീലാത്തോസിന്റെ അധികാരമല്ല, നമുക്കൊന്ന് ആവശ്യം കാല് കഴുകാൻ മനസ്സുള്ള ക്രിസ്തുവിന്റെ ആധികാരികതയാണ്. ഞാൻ ആവർത്തിക്കട്ടെ, നമുക്കൊന്ന് ആവശ്യം കൈകഴുകി കളയുന്ന പീലാത്തോസിന്റെ അധികാരങ്ങളല്ല, നമുക്കൊന്ന് ആവശ്യം കാല് കഴുകാൻ മനസ്സുള്ള ക്രിസ്തുവിന്റെ ആധികാരികതയാണ്. ഒരു നുണ്ട് അപ്പവും ഒരു മുറി അപ്പവും ഒരു തുള്ളി വീഞ്ഞും നാവിൽ പകർന്നു വെച്ചിട്ട് അന്ത്യത്താഴ വേളയിൽ കർത്താവ് പറഞ്ഞത്, എന്നെ ഭുജിപ്പിനെന്നല്ലേ, ഇത് ഞാനാണ്. ഒരു ദൈവത്തിന് ഇത്രയും ചെറുതാകാൻ കഴിയുമോ പ്രിയരെ? പിറക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ലല്ലോ. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്നല്ലേ നാം വായിക്കുന്നത്. യാത്ര ചെയ്യാൻ വാഹനമുണ്ടായിരുന്നില്ല, ഒരു കഴുതയുടെ ചുമലിലല്ലേ വാഹനമേറിയത്. കരം കൊടുക്കാൻ പണമുണ്ടായില്ല, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നല്ലേ കരം കൊടുത്തത്. അടക്കാൻ ഒരു അങ്കുലം മണ്ണുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യന്റെ അവകാശമല്ലേ മരിച്ചാൽ അടക്കപ്പെടാൻ അല്പം മണ്ണ് വേണമെന്ന്, അതുപോലും ഉണ്ടായില്ലല്ലോ. വില്യം ബാർക്കിൾ എഴുതി വെക്കുന്നത് എത്ര സത്യമാണ്. ക്രിസ്തുവിന് സ്വന്തമെന്ന് പറയാൻ അല്പം ഇടം ലഭിച്ചുവെങ്കിൽ അത് പച്ചമര കുരിശിൽ മാത്രമാണ്. ക്രൂശിൽ മാത്രമാണ് തമ്പുരാന് സ്വന്തമെന്ന് പറയാൻ ഒരിടം ലഭിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പാഠമാണ് നാം പഠിക്കേണ്ടത്. അബ്രഹാം പിതാവിനെ നമുക്കറിയാം, മമ്മരുടെ തോപ്പിലിരിക്കുമ്പോൾ തന്റെ മുമ്പിലൂടെ കടന്നു വരുന്ന ദൈവപുരുഷന്മാരെ കണ്ട് ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു വന്നാണ്. ഇനിയും കുനിയണമെങ്കിൽ മണ്ണ് മാറ്റണം. ദ മാക്സിമം പോസിബിൾ ഹ്യൂമിലിറ്റിയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നീയോട് സ്തോത്രം. അബ്രഹാമേ, നീ വിശ്വാസികളുടെ പിതാവായി എണ്ണപ്പെട്ടുവെങ്കിൽ അതിന് രഹസ്യം എന്താണ് ചോദിച്ചാൽ അബ്രഹാം പറയും, 100-ാമത്തെ വയസ്സിലും കുനിയാനുള്ള ഒരു മനസ്സുണ്ടായത് കൊണ്ടാണ്. മടങ്ങുന്ന കാൽമുട്ടകളും വണങ്ങുന്ന ശിരസ്സുമുള്ളവന് മാത്രമേ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നുവെന്ന്. എൻ്റെ പണ്ടത്തെ നാളുകളെ എനിക്ക് വിസ്മരിപ്പാനായിട്ട് സാധ്യമല്ല. എൻ്റെ ഭവനത്തിലേക്ക്, ഇശായിയുടെ ഭവനത്തിലേക്ക് ശമൂവേൽ തൈലക്കുമായി വന്നപ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുവൻ രാജാവാകുമെന്ന് എൻ്റെ അപ്പൻ വ്യാമോഹിച്ചതാണ്. ഏലിയാബിനെ മുമ്പിൽ നിർത്തി, അബീനാദാബിനെ 2ാമന് നിർത്തി, ശമ്മയെ 3ാമന് നിർത്തി, 4-ാമും 5-ാമനും 6-ാമനും 7-ാമനുമായി മക്കളെയെല്ലാം നിരത്തി നിർത്തി. അപ്പൻ ചിന്തിച്ചു, ഇതിലൊരുവൻ രാജാവാകുമെന്ന്. 7 പേരെ കഴിഞ്ഞപ്പോൾ ശമൂവേൽ ദൈവാത്മാവിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദാവീദ് പറയുന്നത്, എൻ്റെ പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു. 143-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യമാണ്. അടിവരയിടണം പ്രിയരെ. എന്താ കാരണം? ശമൂവേൽ ചോദിക്കുന്നു, ഇനിയും നിനക്ക് മക്കളുണ്ടോ? ഉണ്ട്, ഒരുവനുണ്ട്. എവിടെയാണവൻ? അവൻ വനാന്തരങ്ങളിലാണ്. ഹീസ് നോട്ട് പ്രസന്റബിൾ ബിഫോർ എനിവൺ. അവൻ ആരുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ പര്യാപ്തമായതൊന്നുമില്ല. എൻ്റെ മക്കളിൽ ഒരുവനായി ഞാൻ അങ്ങനെ വലിയ ഗൗരവമായി കാണാറില്ല. അവൻ അട്ടുപറ്റത്തോടൊപ്പം പാർക്കുന്നവനാണ്. അവനെ വിളിപ്പിൻ. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.
ദാവീദ് തന്റെ ബാല്യക്കാരുടെ പക്കൽ ആട്ടുപറ്റത്തെ ഏൽപ്പിച്ച് കാണും, അല്ലെങ്കിൽ താൻ അതിവേഗം ആലയിലേക്ക് ആടുകളെ ചേർത്ത് കാണും. തന്റെ വീടിനുള്ളിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച യാഗപീഠം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ശമൂവേൽ ആത്മനിറവിൽ തൈലക്കൊമ്പുമായി നിൽക്കുകയാണ്. ശമൂവേൽ ദാവീദിനെ അരികിലേക്ക് വിളിച്ച് അവന്റെ ശിരസ് കുനിച്ചു പിടിച്ച് അഭിഷേകതയിലും ഒഴിച്ചപ്പോൾ ദാവീദ് ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദാവീദ് പ്രകാരം ഓർക്കുന്നു. ഹല്ലേലൂയ. എന്താ ദാവീദ് പറയുന്നത്? പണ്ട് ഞാൻ നടന്നത് വനാന്തരങ്ങളിലൂടെയാണ്, ഞാൻ ഇരിക്കുന്നത് രാജകൊട്ടാരത്തിലാണ്. പണ്ട് ഞാൻ ഇരുന്നത് മലഞ്ചെരുവിലും വൃക്ഷക്കൊമ്പിലുമാണ്, ഞാൻ ഇരിക്കുന്നത് സിംഹാസനത്തിലാണ്. പണ്ടെന്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു, എന്റെ കയ്യിലുള്ളത് രാജാവിന്റെ ചെങ്കോലാണ്. പണ്ടെന്റെ ശിരസിലൊരു തലപ്പാവുണ്ടായിരുന്നു, നിന്റെ ശിരസിലുള്ളത് രാജകിരീടമാണ്. പണ്ട് ഞാൻ നഗ്നപാതനായി നടന്നവനാണ്, നിന്റെ കാലിൽ രാജാവിന്റെ ചെരുപ്പുണ്ട്. ഓ ഐ റിമെമ്പർ മൈ പാസ്റ്റ്, നിന്റെ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. വിനയത്തോടെ താഴ്മയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് മാത്രമേ കർത്താവിന്റെ വഴിയിൽ സഞ്ചരിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്റെ മുഖം മൃദുവാണ്, എന്റെ ചുമട് ലഘുവാണ്, എന്നോടൊപ്പം പഠിക്കണമെന്ന് തമ്പുരാൻ പറയുമ്പോൾ ഈ രാത്രി ഒന്നാമതായി നാം പഠിക്കേണ്ടത് അവന്റെ താഴ്മയെ മാത്രമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മളൊക്കെ എന്തോ ആയെന്നുള്ള ചിന്ത നമ്മളെ വല്ലാതെ ഭരിക്കുന്നുണ്ട്. നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ഭാവത്തിലും നമ്മുടെ നടപ്പിലും നമ്മുടെ സമീപനങ്ങളിലുമൊക്കെ നമുക്കൊന്ന് താഴാൻ, ഒന്ന് വിനയപ്പെടാൻ, ഒന്ന് തലകുനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം എന്ത് പഠിച്ചു ഇന്ന് വരെ? 20 സംവത്സരങ്ങൾ വചനകൂടാരത്തിൽ ഇരുന്നിട്ട് നാം എന്ത് പഠിച്ചു? കോവിഡിലൂടെ നാം കടന്നുപോയിട്ടും നാം എന്ത് പഠിച്ചു? ഒന്നും പഠിച്ചില്ലല്ലോ പ്രിയരെ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. കർത്താവ് നമ്മോട് രണ്ടാമതായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ലേൺ മൈ ഫോർഗീവ്നെസ്, എൻ്റെ ക്ഷമയെ നിങ്ങൾ പഠിക്കണം എന്നാണ്. ക്രൂരമായി തന്നെ ഉപദ്രവിക്കുന്നവർ, ചാട്ടവാര കൊണ്ടുള്ള അടി, കുന്നം കൊണ്ടുള്ള കുത്ത്, മുഖത്ത് തുപ്പൽ, മുതുക് ഒഴിവുചാൽ പോലെ കീറി, കുടിക്കാൻ അവസാനം മരിക്കും മുമ്പ് ഒരു തുള്ളി വെള്ളം ഒരുവന്റെ നാവിൽ നുണയ്ക്കാൻ കഴിയുക അവന്റെ അവകാശമല്ലേ? അതുപോലെ നിഷേധിക്കപ്പെട്ട ക്രിസ്തു ആരോടും കയ്പും വിദ്വേഷവുമില്ലാതെ ഇപ്രകാരം ഒഴിഞ്ഞില്ലേ? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പൗലോസ്ലീഹ എഫെസോസിലെ സഭയോട് ഇപ്രകാരം എഴുതി വയ്ക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിപ്പനെന്നാണ്. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിപ്പനെന്നാണ്. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതിന്റെ ആഴം നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആരോടും പകയോടെ വിദ്വേഷത്തോടെ ജീവിപ്പാനായിട്ട് സാധ്യമല്ല. ഗിരിപ്രഭാഷണത്തിൽ തമ്പുരാൻ പറഞ്ഞത് അപ്രകാരമല്ലേ? സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇത് വെറുതെ ആലങ്കാരികമായ ഭാഷയിൽ തമ്പുരാൻ പറഞ്ഞു വെച്ച വചസ്സുകളല്ലല്ലോ പ്രിയരെ. നമ്മുടെ ജീവിതത്തിൽ നാം ഇതിനെ എത്രമാത്രം ഗൗരവമായി കാണാറുണ്ട്. കോപിക്കുന്നവൻ ന്യായവിധിക്ക് വിഷയീഭവിക്കും. നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് ഇരയായിത്തീരും. നമ്മൾ എത്ര പേർ ഈ വചനത്തെയൊക്കെ ഇന്ന് വരെ ഗൗരവമായി എടുത്തിട്ടുണ്ട് പ്രിയരെ? നമുക്കിന്നും പകയോടെ വിദ്വേഷത്തോടെ മാത്രമേ വർത്തിക്കാൻ കഴിയുന്നുള്ളല്ലോ. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, നീ വഴിപാടുമായി യാഗപീഠത്തിങ്കൽ വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നീ വഴിപാടർപ്പിക്കാൻ പാടില്ല. യു ആർ നോട്ട് വർതി ടു വർഷിപ്പ് ഗോഡ്. ഹല്ലേലൂയ. നീ ആദ്യം പോയി അർപ്പിക്കേണ്ട വഴിപാട് നിരപ്പിന്റെ വഴിപാടാണ്, അനുരഞ്ജനത്തിന് വഴിപാടാണ്. ഇത് കേൾക്കാത്ത വചനമൊന്നുമല്ല, എത്രയോ നാം കേട്ട വചനങ്ങൾ തന്നെയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ അയോഗ്യമായി അപ്പം തിന്നാൻ പാടില്ല, അയോഗ്യമായി പാനപാത്രം ഭക്ഷിപ്പാനായിട്ട് പാനപാത്രം ഭുജിക്കാൻ പാടില്ല. അയോഗ്യമായി നിങ്ങൾ അപ്പം തിന്നരുത്, പാനപാത്രം കുടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അർത്ഥവും ഇതിനോട് ചേർത്ത് നാം ചിന്തിക്കണം. പകയും വിദ്വേഷവും ഉള്ളിൽ
പുലർത്തിക്കൊണ്ട് നാം ഒരു കാരണവശാലും കർത്താവിൻ്റെ മേശയിലേക്ക് അടുത്തു വരാൻ നമുക്ക് അനുവാദമില്ല. ക്ഷമിക്കാൻ കഴിയാതെ, പൊറുക്കാൻ കഴിയാതെ, മറക്കാൻ കഴിയാതെ നീ അപ്പവീഞ്ഞുകൾ സ്വീകരിപ്പാൻ ധൈര്യപ്പെട്ടാൽ നീ സ്വീകരിക്കുന്നത് ശിക്ഷാവിധിയാണ് എന്നുള്ളത് ഇനിയെങ്കിലും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, there is no shortcuts in Christian life. ക്രിസ്തീയ ജീവിത വഴികളിൽ കുടുക്കു വഴികളൊന്നുമില്ല, എളുപ്പമാർഗങ്ങളൊന്നുമില്ല. വില കൊടുക്കാൻ തയ്യാറുള്ളവന് മാത്രമേ കർത്താവിൻ്റെ പാതയിൽ സഞ്ചരിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. പഴയ നിയമത്തിലെ ക്രിസ്തുവല്ലേ ജോസഫ്? ജോസഫിന്റെ ജീവിതം നമുക്കൊരു പാഠമല്ലേ? 45-ാം അധ്യായം, ജോസഫിന്റെ സഹോദരന്മാർ പട്ടിണി കൊണ്ട് തകർന്ന തരിപ്പണമായി ഒന്നുമില്ലാത്തവരെ പോലെ, യാചകരെ പോലെ തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച് കൊല്ലുവാൻ വാളോങ്ങിയ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് ഇസ്മായിലെ കച്ചവടക്കാരെ അടിമച്ചരക്കായി വിറ്റടിച്ച് തൻ്റെ ഈ സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യാൻ എല്ലാ വിധത്തിലും അവസരം കൈവന്നപ്പോൾ ജോസഫ് പറയുന്ന സുവിശേഷം എന്താണ്? ഹല്ലേലൂയ. 45-ാം അധ്യായം നാം അങ്ങനെ വായിക്കുന്നു, നിങ്ങളെന്നെ തള്ളിയതല്ല, നിങ്ങളെന്നെ ഉപേക്ഷിച്ചതല്ല, നിങ്ങളെന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ല, നിങ്ങളെന്നെ വിറ്റതല്ല. ഓ ഹല്ലേലൂയ. നാം അത് വായിച്ചു കൊള്ളണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 7-ാം വാക്യത്തിൽ ജോസഫ് ഇപ്രകാരം പറയുന്നു, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി ഈ മിസ്രയീമിലേക്ക് അയച്ചതാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം പട്ടുപോകാതിരിപ്പാൻ, നമ്മുടെ അപ്പൻ വ്യസനത്തോടെ മരിക്കാതിരിക്കാൻ, നാം ശപിക്കപ്പെട്ടവരാ തീരാതിരിപ്പാൻ ദൈവം തമ്പുരാൻ ഒരുക്കിയ പദ്ധതിയാണിത്. ഹല്ലേലൂയ. സഹോദരങ്ങളോട് ക്ഷമിക്കുന്ന ഒരു ജോസഫ് തന്നെ അടക്കുവാൻ കഴിയാതെ, തന്നെ അടക്കുവാൻ വഹിയാതെ വാവിട്ട് കരഞ്ഞ് ഇപ്രകാരം സുവിശേഷം പ്രസംഗിക്കുന്ന ജോസഫിന്റെ ജീവിതം നമുക്കൊരു പാഠമാകട്ടെ. തന്റെ മക്കളിൽ ഒരുവനിട്ട പേര് മനസ്സെ എന്നല്ലേ? മനസ്സെ എന്ന വാക്കിന്റെ അർത്ഥം മറക്കാനായി ദൈവം മെനഞ്ഞവനെന്നാണ്. അപ്പൻ മാത്രമല്ല മറക്കാനും പൊറുക്കാനും തയ്യാറായത്, തന്റെ തലമുറയും അപ്രകാരം മറക്കണം പൊറുക്കണമെന്ന് ആഗ്രഹിച്ച ഒരപ്പനെയാണ് നമുക്ക് ജോസഫിൽ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് ആവശ്യം മനസ്സേമാരെയാണ്, ദൈവത്തിന് ആവശ്യം ജോസഫ്മാരെയാണ്. നമുക്കിന്ന് പള്ളി ഉണ്ടായിട്ടും, നമുക്ക് നൾത്താരയുണ്ടായിട്ടും, നമുക്ക് മെഴുകുതിരി ഉണ്ടായിട്ടും, നമുക്ക് ധൂപത്തിന്റെ ഗന്ധമുണ്ടായിട്ടും, അപ്പവീഞ്ഞുകളേറെ കപ്പിലും എല്ലാരെയും കുടിക്കാൻ അവസരമുണ്ടായിട്ടും നമുക്കൊന്നും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഇന്ന് വരെ ക്രിസ്തുവിന്റെ നുകത്തിൻ കീഴിൽ സമർപ്പിക്കപ്പെട്ടവരല്ല എന്നുള്ള സത്യം ഈ രാത്രി മറന്നു പോകാൻ പാടില്ല. കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന 3-ാമത്തെ കാര്യം, ലേൺ മൈ ഹോളിനെസ്. എന്റെ വിശുദ്ധി പഠിപ്പിൻ, എന്റെ വിശുദ്ധി പഠിപ്പിൻ. ന്യായപ്രമാണത്തിൽ മോശ ഇസ്രായേൽ ജനത്തോട് പ്രകാരം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ. ഹല്ലേലൂയ. അപവാദമേൽക്കാത്ത ജീവിതം. 7 കോടതികളിൽ മാറി മാറി വിസ്തരിക്കപ്പെട്ടവനല്ലേ ക്രിസ്തു? കുറ്റം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പോലും കുറ്റമില്ലാത്ത വ്യക്തിയെ 7 കോടതികളിൽ മാറി മാറി വിസ്തരിച്ച സംഭവം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യം ക്രിസ്തുവിന്റെ വിഷയത്തിൽ സംഭവിച്ചു. ആദ്യം ഹന്നാവിന്റെ കോടതിയിൽ, മഹാപുരോഹിതനായ കയ്യഭാവിന്റെ കോടതിയിൽ, സന്നദ്രിയും സംഘം അവനെ വിസ്തരിച്ചു. 4 പീലാത്തോസിന്റെ കോടതിയിൽ, 5 ഹേരോദാവിന്റെ കോടതിയിൽ, പിന്നെയും പീലാത്തോസിന്റെ കോടതിയിൽ, 7-ാമതായി ജനത്തിന്റെ കോടതിയിൽ മാറി 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 വിസ്തരിച്ചിട്ടും വിസ്തരിച്ചിട്ടും എല്ലാവരും പറഞ്ഞ ഒരു സത്യം ഇതാണ്, അവനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയുന്നില്ല. ഉള്ളങ്കാൽ മുതൽ നെറുക വരെ കുറ്റമില്ലാത്ത കുഞ്ഞാട്. ഹല്ലേലൂയ. ഈ രാത്രി നമ്മളോട് പറയുന്ന യാഥാർത്ഥ്യം ഇതാകുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. വില കൊടുക്കാൻ മനസ്സില്ലാത്തവന് ഈ വഴിയിൽ യാത്ര ചെയ്യുവാനായിട്ട് സാധ്യമല്ല. നാം ഇതിനെ അശ്രദ്ധമായി അലക്ഷ്യമായി കാണാൻ പാടില്ല പ്രിയരെ. ദൈവം തമ്പുരാൻ നൽകിയ നിയോഗങ്ങളെയൊക്കെ വിശുദ്ധമായി കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ അവന് നുകത്തിൻ കീഴിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പൗലോസ് ശ്ലീഹ റോമാ സഭയോട് ഇപ്രകാരം പറയുന്നു, നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമെന്നാണ്.
എന്ന് പറയുമ്പോൾ അവരുടെ പാദങ്ങൾ പോലും മനോഹരമെന്നാണ് അതിന്റെ അർത്ഥം. അവരുടെ പാദങ്ങൾ പോലും മനോഹരമെന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്ന് മാനസാന്തരപ്പെട്ടവർ ശുശ്രൂഷയിലേക്ക് വരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. പാപത്തെ നിസ്സാരമായി കാണുന്ന ഒരു ലോകമാണ്. പള്ളിയിൽ ചുമതല വഹിക്കുന്നവർ, പള്ളിയിൽ ചുമതലാസ്ഥാനികളായിരിക്കുന്നവർ, അത് ട്രസ്റ്റി ആണെങ്കിലും അക്കൗണ്ടന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും അല്ലെങ്കിൽ അത് ഏറെ ചുമതല വഹിക്കുന്നയാളാണെങ്കിലും അസംബ്ലി ആണെങ്കിലും മണ്ഡലാംഗമാണെങ്കിലും കമ്മിറ്റിക്കാരനാണെങ്കിലും ദൈവം തമ്പുരാൻ നൽകിയ നിയോഗത്തെ അശ്രദ്ധമായി അലക്ഷ്യമായി കാണാൻ നീ ഇനിയും ധൈര്യപ്പെടാൻ പാടില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ആത്മനിറവിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു: യഹോവയുടെ വേല അലംഭാവത്തോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. യഹോവയുടെ വേല അലംഭാവത്തോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അവൻ മാത്രമല്ല, അവന്റെ തലമുറയും ഈ ശാപമേറ്റു വാങ്ങേണ്ടി വരും. നിസ്സാരമായി ഇതിനെ കാണാൻ പാടില്ല. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്, ഇത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ്. പ്രഘോഷിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ ഈ വചനത്തിന് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ. എൻ്റെ കയ്യിലിരിക്കുന്ന രസീത് മൂത്താമ്പാക്കൽ സാൽ കൊച്ചുകുഞ്ഞ് ഉപദേശി വർഷങ്ങൾക്ക് മുൻപ് മാവേലിക്കര യൂണിയൻ ക്രിസ്ത്യൻ പ്രസിൽ തയ്യാറാക്കിയ ഒരു രസീതിന്റെ കോപ്പിയാണ്. ബേദലഹേം ആശ്രമ പ്രസ്ഥാനം എന്നാണ് ഇതിന്റെ ഹെഡിങ്. തെക്കൻ തിരുവാങ്കൂർ കോളറ റിലീഫ് വേല എന്നാണ് ഇതിന്റെ സബ് ഹെഡിങ്. ബുറേശി കോളറ ബാധിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് പണം സമാഹരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ രസീതിന്റെ കോപ്പിയാണ്. ഞാൻ മൂത്താമ്പാക്കൽ ഇടയാറമുളയിലെ ബുറേശിയുടെ വീട്ടിൽ പോയപ്പോൾ ഈ റസീദിന്റെ കോപ്പി പലത് കണ്ടപ്പോൾ ഒന്ന് ഞാൻ വാങ്ങിയതാണ്. ലാമിനേറ്റ് ചെയ്ത ബൈബിൾ ഒരു നിധി പോലെ ഞാൻ വെച്ചിരിക്കുകയാണ്. അതിലെ വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്താണെന്നറിയാമോ? ഡാഷ് അവറുകൾക്ക് മശിഹാതമ്പുരാന്റെ തിരുനാമത്തിൽ നടത്തപ്പെടുന്ന ഈ ദയാർഥ ശുശ്രൂഷ വേലയ്ക്കായി അവിടുന്ന് സദയം അയച്ചു തന്ന ഡാഷ് രൂപ, ഡാഷ് ചക്രം, ഡാഷ് കാശ് നന്ദിപൂർവ്വം കൈപ്പറ്റിയിരിക്കുന്നു. ബാക്കി ശ്രദ്ധിക്കണം. ഒറ്റ പൈസ പോലും ദുരുപയോഗപ്പെടുത്താതെ അവിടുത്തേക്ക് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനാപൂർവം വിനിയോഗിച്ചു കൊള്ളാവുന്നതാണെന്ന് സവിനയം വാഗ്ദാനം ചെയ്തു കൊള്ളുന്നു. ക്രിസ്തുവിൽ എളിമദാസൻ കൊച്ചുകുഞ്ഞ് ഉപദേശി ഇടയാറമുള്ള ജനത്തിൽ നിന്ന് പിരിക്കുന്ന പണത്തെക്കുറിച്ചുള്ള അക്കൗണ്ടബിലിറ്റി വെളിപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രമാണിത്. നിങ്ങൾ നൽകുന്ന ഒരു ചില്ലിക്കാശിന് പോലും ഒരു ദുരുപയോഗം വരുത്താതെ അതിന് സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ വിശ്വസ്തതയോടെ ഞാനിത് കൈകാര്യം ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞ് 62 വയസ്സുവരെ ഈ ഭൂമിയിൽ ഒരു മാലാഖയെ പോലെ ജീവിച്ച ഒരു വിശുദ്ധനാണ് മൂത്താമ്പാക്കൽ സാറ് കൊച്ചുകുഞ്ഞ് ഉപദേശി. ഉപദേശിയുടെ പാട്ടെന്താണ്? ഒരുപാട് പാട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിലെ സ്വപ്നം എന്താണ്? എന്താ പാടിയത്? രാപ്പകൽ നീ എന്നെ വീഴ്ചയിൽ നിന്നെന്നെ സ്വപ്നത്തിൽ കൂടെയും കാക്കേണമേ. രാപ്പകൽ നീ എന്നെ വീഴ്ചയിൽ നിന്നെന്നെ സ്വപ്നത്തിൽ കൂടെയും കാക്കേണമേ. കർത്താവേ, രാവും പകലും വീണുപോകാതെ നിൽക്കണം. അത് മാത്രമല്ല, സ്വപ്നത്തിൽ കൂടെ പോലും നിദ്രാവേളയിൽ പോലും പിശാച് എന്നെ സന്ദർശിക്കുവാൻ ഇടയാകാത്ത വിധം നീ കാവലായിരിക്കണമെന്ന് പ്രാർത്ഥിച്ച് അപ്രകാരം ജീവിച്ച വിശുദ്ധന്മാർ ഈ സഭയിലുണ്ടായിരുന്നു. ആ വഴിയിൽ സഞ്ചരിപ്പാനുള്ള വിളിയാണ് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവ് നമ്മോട് മൂന്നാമതായി പറയുന്നത്, എൻ്റെ വിശുദ്ധിയെ നിങ്ങൾ പഠിക്കണം എന്നാണ്. എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ മുഖമേറ്റുകൊണ്ട് എന്നോടുകൂടെ പഠിപ്പിൻ. കർത്താവ് നമ്മോട് പറയുന്നു, എൻ്റെ താഴ്മയെ നിങ്ങൾ പഠിപ്പിൻ, എൻ്റെ ക്ഷമയെ നിങ്ങൾ പാഠമാക്കുവിൻ, എൻ്റെ വിശുദ്ധിയുടെ വഴികളിൽ നിങ്ങളും നടക്കുവിൻ. എൻ്റെ നുകത്തിൻ കീഴെ നിങ്ങളുടെ ചുമല ചായച്ചു കൊടുക്കാൻ നിങ്ങൾ മനസ്സുള്ളവരായി തീരണം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം പ്രിയരെ.